ഹായ്, ബിഗ് ബോസ് ടോക്കാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കി. അതായത് പ്രമോ ഈസ് പ്രോമിസ്. അതായത് പ്രമോ ഒരു പ്രോമിസ് ആണ് എന്നത് ലാലേട്ടൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നു. മരണമാസ് ഒരു മാസ് മൂവി കണ്ട ഒരു രീതിയായിരുന്നു എനിക്കും പ്രേക്ഷകർക്കും. അപ്പോൾ നമുക്കത് കാണാം. മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിലെ ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ഒരു ലാലേട്ടന്റെ ഒരു പഴയ സിനിമയൊക്കെ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. അതായത് തഗ്ഗുകളും വെട്ടിക്കെട്ട് ചോദ്യങ്ങളും മറുപടികളും ഒക്കെ ആയിട്ട് ലാലേട്ടൻ ഇന്ന് തകർത്തു എന്ന് തന്നെ പറയാം. അതായത് എപ്പിസോഡ് ഉടനീളം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അനീഷിന്റെ ഒരു ഫേക്ക് ഗെയിമിനെ ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ട്രോളോട് ട്രോളായിരുന്നു അനീഷിന്. അതായത് അനീഷിന്റെ ആ ഒരു നാടകം ഹീൽസിന്റെ കേസ് എടുത്തിട്ട് പൊളിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മറ്റേ കോമണർ കാർഡ് ഇറക്കിയപ്പോ അതിനെ പൊളിച്ചു കൊടുത്തു. ഷാനവാസിനെ പുറത്തു പോകാനായിട്ട് നോമിനേറ്റ് ചെയ്തിട്ട് അതിനുശേഷം അദ്ദേഹത്തെ സേവ് ചെയ്യാനായിട്ട് ഇറക്കിയ നന്മമരത്തിന്റെ കാർഡ് കീറി വിട്ടു. അങ്ങനെ അനീഷ് മുഴുനീളെ ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ അടുത്ത് നിന്ന് നല്ലപോലെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഷാനവാസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പകുതിക്ക് ശേഷം ഷാനവാസ് വധമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ശരിക്കും ഇതുവരെ ഷാനവാസിന്റെ കാര്യമായിട്ട് ലാലേട്ടൻ പിടിച്ചിട്ടില്ല. ഷാനവാസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്ന്. എന്തായാലും ഷാനവാസിനെ എടുത്ത് ഉടുത്തു കളഞ്ഞു, അമ്മാതിരി തേച്ചൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ ലാലേട്ടൻ ഇന്ന് എല്ലാ വിഷയങ്ങളിലൂടെ പോയി. ഈ സീസണിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു 3-4 കണ്ടസ്റ്റൻസിൽ 2 പേരാണ് അനീഷും അതുപോലെ ഷാനവാസും. എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു കളഞ്ഞു 2 പേരെ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. വളരെ നന്നായി, നല്ലൊരു അഭിപ്രായമാണ് ഈ വീക്കെൻഡ് ലാലേട്ടനും ബിഗ് ബോസിനും കിട്ടാൻ സാധിച്ചത്. അതാണ് നമുക്ക് വേണ്ടത്. ആര് വിജയിക്കുന്നു എന്നതല്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ വിജയം എന്ന് പറയുന്നത്, കണ്ടസ്റ്റൻസിന് ഏത് രീതിയിൽ മറുപടി കൊടുക്കുന്നു എന്നതിലാണ്. അപ്പോൾ കോമണറായി വരുന്ന അനീഷായാലും സീരിയൽ നടനായി വരുന്ന ഷാനവാസ് ആയാലും അഭിപ്രായങ്ങളെ മാനിക്കുന്ന വ്യക്തികളായിരിക്കണം. അവർ പറയുന്നത് ജെന്യുവൻ പാർട്ടായിരിക്കണം. പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള തോട്ടും ചിന്തകളുമായിരിക്കണം അവരുടെ മുന്നിൽ ബിഹേവ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഈ ഒരു സ്ട്രാറ്റജിക് കളിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അനീഷ് കളിക്കുന്നത്. അതുപോലെ തന്നെ ഷാനവാസ് അറിയാതെ കളിക്കുന്ന കളിയിൽ പെട്ടുപോകുന്ന ഒരുപാട് ഷാനവാസിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ പല ആൾക്കാർക്കും എല്ലാവർക്കും കണക്കിന് കൊടുത്തു തന്നെയാണ് ലാലേട്ടൻ ഈ ഷോ അവസാനിപ്പിച്ചത്. ഇനി എവിക്ഷൻ പരിപാടിയൊക്കെ നാളെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം പറയുകയും ശക്തമായ ഒരു തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത ഒരു ദിവസമാണ്. ഷാനവാസിനെ അടിച്ചിരുത്തിയിരിക്കുകയാണ് ലാലേട്ടൻ. അതുപോലെ തന്നെ അനീഷിനെയും നന്നായി PR-ൻ്റെ പേരിൽ, കോമണേഴ്സിൻ്റെ പേരിൽ അവിടെ നടത്തിയ പല ക്യാമറയ്ക്ക് വേണ്ടിയുള്ള കളിയിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനീഷ് ഒരുപാട് കള്ളങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കള്ളങ്ങളെല്ലാം വെളിപ്പെടുന്നൊരു, നമുക്കൊക്കെ സത്യം പറയാതെ നിൽക്കുന്ന ഒരു വ്യക്തി പ്രകൃതങ്ങളല്ല. സത്യത്തെ കളവ് പറഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നൊരു മാർഗത്തോട് യാതൊരു താല്പര്യമില്ല. എന്ത് ചെയ്താലും അത് സത്യസന്ധമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നിലപാടിലൊന്നും ഉറച്ചു നിൽക്കുന്നവരല്ല. ഏതാണ് ദിവസം ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. നമ്മുടെ കണക്കുകളിൽ, നമ്മുടെ വാക്കുകളുടെ പ്രശ്നങ്ങളിൽ നമുക്കത് വാക്കാലെ നമുക്ക് പറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് സംഭവിക്കാം. അതായത് വാക്കാലെ, അത് മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടാകില്ല. അപ്പോൾ പല കാര്യങ്ങളിൽ നമ്മൾ എക്സ്പോസ്ഡ് ആകുന്ന ഒരവസ്ഥ വരുമ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ അനീഷിന് സംഭവിച്ചത്. അപ്പോൾ
ഒരുപാട് എക്സ്പോസ്ഡ് ആവുന്ന ഒരു ഷോ ആണിത്. ഈ ഷോക്ക് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്, അതിൻ്റെതായ ക്രൈറ്റീരിയകളുണ്ട്. അത് കടന്ന് ഷാനവാസായാലും അനീഷായാലും അക്ബറായാലും അവിടെ കിടക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഒരു നീതിയാണ് ബിഗ് ബോസിൻ്റെ നീതി. അവിടെ ഒരാൾക്ക് കൂടുതലോ കുറവോ ഒന്നും മാനിച്ചിട്ടല്ല അവിടെ നിൽക്കുന്നത്. ഫെയിമിന് വേണ്ടിയാണ്, സെലിബ്രിറ്റി എന്ന സ്റ്റാറ്റസിന് വേണ്ടിയാണ്, അതായത് നിലനിൽപ്പിന് വേണ്ടിയാണ്. അവിടെ PR ഉപയോഗിച്ചു. അത് കണക്കുകൾ നിരത്തണമെന്ന് ആ കണക്കുകൾ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മൾ ചടിയാക്കുകയും ആ കണക്കുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു ചീപ്പ് ഗെയിം തന്നെയാണ്. അത് വളരെ മോശകരമായ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ രഹസ്യങ്ങൾ പുറത്ത് വിടുക എന്ന് പറയുന്നത്. അത് എന്തിന് മറ്റുള്ളവരെ അറിയിക്കണം, നമ്മുടേതായ കാര്യങ്ങൾ അറിയിക്കാതെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഒരു പ്രൊഫഷൻ തന്നെയാണ്. PR ഇല്ലാതെ സെലിബ്രിറ്റികളുണ്ടാവില്ല. ഇതൊക്കെ ഓരോരോ വ്യക്തികൾക്ക് വേണ്ടിയുള്ളൊരു ഫേവറിങ് കൊടുക്കുന്ന നിഗമനങ്ങളാണ്. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്, ഇത് അടിച്ചമർത്തുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് പണമുള്ളവരൊക്കെ ആയിരിക്കാം. പാവപ്പെട്ടവന് ഉണ്ടോ എന്നറിയില്ല, പക്ഷേ അവനും ഫ്ലക്സ് വെക്കണമെങ്കിൽ PR വേണം, കമൻ്റ് ഇടണമെങ്കിൽ അവന് വോട്ട് കൊടുക്കണമെങ്കിൽ അതിന് PR വേണം. ഇതൊരു പൊളിറ്റിക്സ് മാതിരി തന്നെയാണ്. പൊളിറ്റിക്സിൽ എങ്ങനെയാണോ സിനിമയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോകുമ്പോൾ അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും നമുക്കുണ്ടാകും. എത്ര കളിച്ചാലും സത്യസന്ധമായി കളിക്കുന്നവരെ അവിടെ വിജയിക്കൂ എന്നതാണ് എൻ്റെ ഇപ്പോൾ അനീഷിനെ നന്നായി കൊണ്ടു. നമ്മൾ പറഞ്ഞ രീതിയിലേക്ക് ബിഗ് ബോസും ലാലേട്ടനും പോയി. ലാലേട്ടൻ സുന്ദരനായി വന്നു. രാവണപ്രഭു ഇറങ്ങിയ സമയമാണ്. അപ്പോൾ ആ ഒരു കത്തിക്കയറൽ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാകുമെന്നത് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ്ഫുൾ ലാലേട്ട. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഇനി ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിലെങ്കിലും ഇതുപോലെ തന്നെ ഗംഭീരമായി പോവുക. നാളെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ ഇന്ന് ഒരു വലിയൊരു സിനിമ കണ്ട ഫീല് പ്രേക്ഷകർക്ക് തന്നതുകൊണ്ട് ഒരു നന്ദി ഞങ്ങൾ നൽകുന്നു. ബൈ ഫോർ